നമ്മുടെ വീടിന്റെ ഉള്ളിലേക്ക് നമ്മൾ എല്ലാവർക്കും ഫുൾ ആക്സസ് കൊടുക്കുവോ? ഒരിക്കലും ഇല്ലല്ലേ. ഒരു കോളിംഗ് ബെല്ല് കേൾക്കുന്നു, നമ്മൾ പോയി നോക്കും. ഇപ്പോഴൊക്കെയാണ് നമ്മൾ വിൻഡോയുടെ അവിടെ നോക്കി ഒന്ന് മേക്ക് ഷുവർ ചെയ്യും. നമുക്ക് അറിയാൻ മേലാത്ത ആൾക്കാരാണെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ അവിടുന്ന് തന്നെ സംസാരിച്ച് തിരിച്ചുവിടും. ഇനി നമുക്ക് അറിയാവുന്ന ആളുകളാണെങ്കിൽ നമ്മൾ നമ്മുടെ ലിവിംഗ് റൂമിലേക്ക് ക്ഷണിക്കും. പിന്നെ വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർക്ക്, നമ്മുടെ ഫ്രണ്ട്സ്, ക്ലോസ് റിലേറ്റീവ്സിന് മാത്രമായിരിക്കും അല്ലെ നമ്മുടെ വീടിനുള്ളിലേക്ക് ഫുൾ ആക്സസ് നമ്മൾ കൊടുക്കുക. ഇതുപോലെ തന്നെയാണ് കേട്ടോ നമ്മുടെ മൈൻഡിന്റെ കാര്യവും. അത് തന്നെയാണ് ഇന്നത്തെ ടോപ്പിക്, ബൗണ്ടറി സെറ്റ് ചെയ്യുക. ഈ ബൗണ്ടറി സെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ടൈം, നിങ്ങളുടെ എനർജി, നിങ്ങളുടെ ആ ഒരു കെയർ ആൻഡ് ലവ്, ഇത് ആർക്കൊക്കെ കിട്ടണം, എങ്ങനെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണോ എന്നുള്ളതിന് കൃത്യമായ ഒരു ബൗണ്ടറി നിങ്ങൾക്ക് ഉണ്ടാവണം. ഇത് വേറൊന്നിനും വേണ്ടിയിട്ടല്ല കേട്ടോ, നമ്മുടെ ഇന്നർ പീസ് പ്രൊട്ടക്ട് ചെയ്യാനും നമുക്ക് നമ്മളോട് തന്നെയുള്ള ഒരു സെൽഫ് റെസ്പെക്ടിന്റെ ഭാഗമാണ് ഈ ബൗണ്ടറി സെറ്റിംഗ് എന്ന് പറയുന്നത്. വേറൊന്നും കൊണ്ടല്ല, നോട്ട് എവരി വൺ ഡിസേർവ്സ് യുവർ ടൈം. ഇത് വളരെ സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ടൂ മച്ച് ആയിട്ട് അവൈലബിൾ ആവരുതെന്ന് പറയും, പക്ഷെ അത് നമുക്ക് എവിടെ ആർക്കൊക്കെ അവൈലബിൾ ആവണം, ആർക്ക് അവൈലബിൾ ആവരുതെന്ന് നമ്മളാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. അതിൽ വേറൊരാളുടെ ഒപ്പീനിയൻ നിങ്ങൾ എടുക്കണ്ട. നിങ്ങൾക്ക് വളരെ അവൈലബിൾ ആവണം എന്ന് തോന്നുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ ടൈം അർഹിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ആളുകൾക്ക് വേണ്ടി അത് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് ഒരു തെറ്റുമില്ല. അല്ലാത്ത ആളുകൾക്ക് നിങ്ങൾ ഉറപ്പായിട്ടും ഒരു ബൗണ്ടറി സെറ്റ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ടാറ്റ ബൈ ബൈ.